ജിന്നുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്തിആനത്തു ബിൽ ജിന്ന് അത് ജിന്നാണെങ്കിൽ മുത്തലഖൻ ശിർക്ക് എന്നാണോ? ആണോ? അല്ല, അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവിടെ കൊച്ചിയിലെത്തിയപ്പോൾ അതല്ലെങ്കിൽ പിന്നെ എവിടുന്നാണ് നിങ്ങൾക്ക് മുത്തലഖൻ ശിർക്കായത്? എന്താ അനീഫ് കായക്കൊടി പറഞ്ഞത്? ചില പണ്ഡിതന്മാർ അവിടെ ഗന്ധങ്ങളിലും ഫത്വകളും ജിന്നിനോട് സഹായം തരുന്നതിനെ കുറിച്ച് വസായിലു ശിർക്ക്, ദറായി ശിർക്ക് എന്നിങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുന്നത് കാണാൻ കഴിയും. മൊത്തത്തിൽ ജിന്നുകളോടുള്ള എല്ലാത്തരം സഹായ തേട്ടങ്ങളെ കുറിച്ചുമല്ല, അപ്പൊ എല്ലാത്തരം സഹായ തേട്ടങ്ങളെ കുറിച്ചുമല്ല ഇത്തരം പ്രയോഗങ്ങൾ. അതുപോലെ ഈ പ്രവർത്തനത്തിന്റെ ഗൗരവം കുറച്ച് കാണിക്കാനുമല്ല, മറിച്ച് വിഷയത്തിന്റെ വിവിധ വശങ്ങൾ വിശദീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സാധ്യതകൾ മാത്രമാണ്. അപ്പൊ പല പണ്ഡിതന്മാരും വസീലത്തു ശിർക്ക് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പല സ്ഥലത്തും ചോദിച്ചിരുന്നു, ആരാണ് ഈ KNMകാർ മറുപടി പറയണം. ഈ വസീലത്തു ശിർക്ക് ഉണ്ട് എന്ന് അനീഫ് കായക്കൊടി പറഞ്ഞ പണ്ഡിതന്മാർ ആരൊക്കെയാണ്? ഞങ്ങളുടെ പേരെന്താ ആരോപണം? വസീലത്തു ശിർക്കുണ്ട്, മുത്തലഖൻ ശിർക്കല്ല എന്ന് പറയുമ്പോൾ അതിനെ സംബന്ധിച്ചും ഏതോ എച്ചിലുകൾ തിന്നുകയാണ് എന്നൊക്കെയാണ് മറുപടി. അദ്ദേഹത്തിന് മറുപടി നിങ്ങൾ കേട്ടോളി. എന്നിട്ട് ഞാൻ ചോദിച്ചാൽ ആരാണ് എച്ചിലും തിന്നു വിശദീകരിച്ചത്? ഇത് ആയത്തല്ലേ കൂട്ടരെ? ഇത് ഖുർആനല്ലേ കൂട്ടരെ? ഇത്രയും സ്പഷ്ടമായി ഖുർആൻ പറഞ്ഞു തന്ന ഒരു കാര്യത്തിനെതിരെ ഏതോ ദീനിന്റെ ശത്രുക്കൾ വലിച്ചെറിഞ്ഞിട്ട് കൊടുത്തൊരു എച്ചിലിന്റെ പിന്നാലെ പോയിട്ട് ഈ മുഅ്മിനുകളുടെ ഈമാനും ഈ വിശ്വാസികളുടെ ഈമാനും ഈ മുവഹിദുകളുടെ തൗഹീദും തകർക്കാൻ ഇറങ്ങിയ ആളുകൾ അവർ പടച്ചവന്റെ മുന്നിൽ എന്ത് സമാധാനം പറയും? ഇതൊക്കെ സ്വന്തത്തിന് നല്ലതാ, മനസ്സിലായില്ലേ? ഏതോ ആളുകളുടെ എച്ചിൽ നക്കീന്ന്. ആരാണിവിടെ? ഞാൻ ചോദിക്കുന്നു, ഇത് ഹനീഫ് കായക്കൊടി ആരെ എച്ചിലാ കൊണ്ടുവന്നത്? ഇവിടെ ഹനീഫ് കായക്കൊടി അല്ലേ എഴുതിയത് ജിന്നിനോടുള്ള സഹായ ചോദ്യത്തിൽ വസീലത്തു ശിർക്ക് എന്നുള്ളത്? അന്ന് വിസ്തണ്ടോ? ഈ എഴുതിയപ്പോൾ ഹനീഫ് കായക്കൊടി എഴുതിയപ്പോൾ ഇവിടെ ഒന്ന് മുത്തലഖൻ ശിർക്ക് എന്ന് പറഞ്ഞല്ലോ, ഇതിൽ എച്ചിൽ വെക്കണമെന്ന് പറഞ്ഞല്ലോ. എങ്കിൽ എന്നിട്ട് KNMകാർ മറുപടി പറയണം, ഇത് ഹനീഫ് കായക്കൊടി എഴുതിയത് ആടെ എച്ചിൽ നിന്നാണ് ഇദ്ദേഹം എടുത്തത്. ഈ പണ്ഡിതന്മാർ, ഹനീഫ് കായക്കൊടി സൂചിപ്പിച്ച പണ്ഡിതന്മാർ അവരാരാണ്? അവരൊക്കെ അനസ് മൗലവി പറഞ്ഞ പോലെ എച്ചിൽ നിൽക്കുന്ന ആൾക്കാരാണോ? ആണോ? നിങ്ങൾക്ക് മൈക്കിന് മുമ്പിൽ നിന്ന് എന്തെങ്കിലും വിളിച്ചു പറയാം. മാത്രമല്ല കേരള നേതൃത്വ മുജാഹിദിന് ഇയാ ഉത്തറാസ് എഴുതിയ കത്തില്ലേ, ആ ഇയാ ഉത്തറാസ് എഴുതിയ കത്തിൽ ഹമൂദ് നജ്ദി എന്ന് പറയുന്ന കണ്ണൂർ ചങ്ങരംകുളത്ത് സമ്മേളനത്തിൽ കുവൈത്തിൽ നിന്ന് മുഖ്യാതിഥിയായി കൊണ്ടുവന്ന ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതൻ, സലഫി പണ്ഡിതൻ ഹമൂദ് നജ്ദി ജമിയത്ത് ഇഹ്യാ ഉത്തറാസിൽ ഇസ്ലാമിയുടെ ഔദ്യോഗിക ലെറ്റർ പേഡിൽ കേരള നേതൃത്വത്തിൽ മുജാഹിദിന് എഴുതിയ കത്തുണ്ട്. ആ കത്തിൽ എന്താണോ വിസ്തരം പറയുന്ന വാദം, അതേ വാദമാണ് ശരിയെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറയൂ, കുവൈത്തിലുള്ള ഇഹ്യാ ഉത്തറാസ് അത് ആരുടെയൊക്കെ എച്ചിൽ വെക്കുന്ന ആൾക്കാരെന്ന് പറയൂ. നിങ്ങൾ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ഇപ്പൊ വിസ്തം പറഞ്ഞാൽ അത് ശിർക്ക്, ഹനീഫ് കായക്കൊടി പറഞ്ഞാൽ ശിർക്കല്ല, ജമിയത്ത് ഇഹ്യാ ഉത്തറാസ് പറഞ്ഞാൽ ശിർക്കല്ല.